ഹായ് എവരിവൺ, വെൽക്കം ഓൾ ടു ദിസ് സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രത്ന യൂണിവേഴ്സിറ്റി സിലബസിലുള്ള HCS 230 ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ വിഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്, ഡിജിറ്റൽ ഇമേജ് എന്താണ്, കമ്പ്യൂട്ടർ വിഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളുടെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ, പിന്നെ എന്തൊക്കെ ചാപ്റ്റേഴ്സിലൂടെ നമ്മൾ കടന്നു, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിലബസിന് ഈ ഒരു പേപ്പറിന് ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ, ഒരു ബ്രീഫ് അല്ല, ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ നൽകുന്നതാണ്. അപ്പൊ അതിൽ എന്താണ് സബ്ജക്റ്റിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു പേപ്പറിന്റെ പേര് പോലെ തന്നെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ, ഡിജിറ്റൽ ഇമേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. അതായത് ഒരു ഡിജിറ്റൽ ഇമേജ് എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് 2 ഡയമെൻഷണൽ ഇമേജിനെയാണ് പറയുന്നത് ഡിജിറ്റൽ ഇമേജ്. അതിനെ പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഡിജിറ്റൽ വാല്യൂസിന്റെ ബേസ്. ഈ ഡിജിറ്റൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും ഒരു ഇമേജിന്റെ കേസിൽ അല്ലെങ്കിൽ ഇമേജ് റെപ്രസെന്റേഷൻ ഒക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും പിക്സൽ എന്നുള്ള ഒരു ടേം നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിക്സൽ എന്ന് പറഞ്ഞാൽ ഓരോ ഇമേജും നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് പിക്സൽ. അപ്പോൾ പിക്സൽ എന്താ നമുക്ക് പറയാം. അതേപോലെ കമ്പ്യൂട്ടർ വിഷൻ, ഈ ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് നമുക്ക് എൻഹാൻസ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, എൻലാർജ് ചെയ്യാം, അങ്ങനെ ഏതൊക്കെ തരത്തില് നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാവോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ പല തരത്തിലുള്ള അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ആ ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്യുന്നതിനാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ബീങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജസിനെ അല്ലെങ്കിൽ വീഡിയോസിനെ സീ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. അതേപോലെ ആസ് എ ഹ്യൂമൻ ബീങ് പോലെ തന്നെ മെഷീൻസിന് എന്ത് ചെയ്യുക, വിഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ, എന്തൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം, നോക്കാം ഏതൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ്. അതിന് മുന്നേ നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് നമ്മൾ കണ്ടു. അപ്പൊ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ചെയ്യുന്നത് അതായത് കമ്പ്യൂട്ടർ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൽ നമ്മൾ നടത്തുന്നത്. അതുപോലെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മീൻസ് ചെയ്യുന്നത് എന്താണ്, അതായത് ഡിജിറ്റൽ ഇമേജസിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. നമ്മള് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ എനിക്ക് വേണ്ടി ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ വരുന്ന അപ്കമിങ് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷേ അപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിൽ നോക്കുമ്പോൾ അതിനെ ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ആയിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ പോകുന്നത് എന്താണ്, നെക്സ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ വിഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം കമ്പ്യൂട്ടർ വിഷൻ എയിം ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീങ്സിന് എങ്ങനെയാണോ ഒരു വിഷൻ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മെഷീൻസിനും ഇമേജസിനെയും വീഡിയോസിനും സീ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫീൽഡിൽ ഒരു മെയിൻ ഒരു എന്താ പറയാ പാർട്ട് വഹിക്കുന്നതാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, അതായത് ഇന്നത്തെ വേൾഡില് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് മെഷീൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെയാണ് മെഷീൻസ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റോബോട്ടിക്സ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ റോബോട്ടുകൾ പലതരത്തില് റോബോട്ടിക്സ് അതായത് ഫീൽഡ് ഇംപ്രൂവ് ചെയ്തിട്ട് റോബോട്ടിക്സുകൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കായിട്ടുള്ള ടൂൾസ് ആയിട്ടുള്ള ChatGPT, ഗൂഗിൾ ജെമിനി നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് എന്താണോ നമ്മുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു AI അസിസ്റ്റന്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ വിഷൻ ടാസ്കിന്റെ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം, കമ്പ്യൂട്ടർ വിഷനെ പറയാം. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ QR കോഡുകൾ സ്കാൻ ചെയ്യുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ
ആ ക്യു ആർ കാർഡിനുള്ളിൽ എന്തുണ്ടാവും, ഒരു URL എംബഡഡ് ആയിട്ടുണ്ടാവും. ആ QR നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്താണുള്ളത്, QR കോഡാണ്. സ്കാൻ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ റെസിപ്പീനെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇന്നത്തെ 5-6 പേജില് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ മെഷീൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പെർഫോമൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇമേജ് എൻഹാൻസ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമേജസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പല എൻക്രിപ്ഷൻ മെത്തേഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പാസ്വേഡുകളൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ റിമോട്ട് സെൻസിങ്, ഇപ്പൊ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഡ്രോണ്, അതുപോലെ തന്നെ നമ്മൾ TV, റിമോട്ട് ആയിട്ടുള്ള റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ടോയ്സ്, ഇതിലൊക്കെ എന്താ റിമോട്ട് സെൻസിങ് ആണ്. ആ പർട്ടിക്കുലർ റിമോട്ട് സെൻസിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത്. ടോയ്സും കാര്യങ്ങളും അതായത് TV ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യകാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തത്, നമ്മൾ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പിൻ കോഡ് വെച്ചിട്ട് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഫേസ് റെക്കഗ്നീഷൻ, നമ്മുടെ ഏതാണോ ഫോൺ യൂസ് ചെയ്യുന്ന ആൾ, ആ യൂസറിന്റെ ഫേസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഫേസ് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. അതുപോലെ നോയ്സ് റിഡക്ഷൻ, എഡ്ജ് ഡിറ്റക്ഷൻ, മെഡിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ വിഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സയന്റിഫിക് മേഖലയിലെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ, എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ വളരെ വളരെ അധികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യും. നമ്മൾ പിക്സലിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മളൊരു ഇമേജ് നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറിയ ഗ്രിഡ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ടൈ സ്ക്വയേഴ്സ് അതിൽ കാണാം. അതിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇമേജസും ബിൽഡ് ചെയ്തിരിക്കുന്ന ഈ പിക്സൽ കൊണ്ടാണ്. അപ്പൊ പിക്സൽ ആണ് ഒരു ഇമേജസിന് എന്ത് ചെയ്യുന്നത്, പർട്ടിക്കുലർ കളർ അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ പിക്സൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമുക്കറിയാം ബേസിക് കളർ നമ്മൾ RGB ബേസ് ചെയ്തിട്ട്, റെഡ് ഗ്രീൻ ബ്ലൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഓരോ പിക്സൽ വാല്യൂ, ആ ഒരു പിക്സലിന്റെ വാല്യൂ ആണ് എന്ന് പറയുന്നത്, ഒരു ന്യൂമറിക് വാല്യൂ ആണ് ഈ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ന്യൂമറിക് വാല്യൂ ആണ് ആ ഇമേജിന്റെ കളർ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു എൻ്റെ സബ്ജക്ട് നമ്മൾ 4 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, 2, 3 and 4. ബ്ലോക്ക് 1ലും 2ലും നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 3 and 4ൽ നമ്മൾ കമ്പ്യൂട്ടർ വിഷനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. ഇനി ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ബ്ലോക്ക് 1ല് നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. ബ്ലോക്ക് 1നെ 4 യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഇമേജ്, അതായത് എന്താണ് ഡിജിറ്റൽ ഇമേജ്, നമ്മൾ ഓൾറെഡി ചെറിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഡിജിറ്റൽ ഇമേജിന്റെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഡിജിറ്റൽ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ എക്സാമ്പിൾസ്, പിക്സൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇമേജ് ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ 2D ഇമേജ് 3D ഇമേജ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമേജിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ കുറെ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇനി യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ഇമേജ് എൻഹാൻസ്മെന്റ്, അതായത് സ്പേഷ്യൽ ഡൊമൈനിൽ എങ്ങനെയാണ് ഒരു ഇമേജ് എൻഹാൻസ്മെന്റ് നടത്തുന്നത്. എങ്കിൽ യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് ഇമേജ് ഫിൽറ്ററിംഗ് ഓപ്ഷൻസ്, അതായത് സ്പേഷ്യൽ ഡൊമൈനിൽ എങ്ങനെയാണ് ഇമേജ് ഫിൽറ്റർ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇമേജ് ഫിൽറ്ററിംഗും കാര്യങ്ങളൊക്കെ, നമ്മൾ പലതരത്തിലുള്ള ഇമേജ് എഡിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പല ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതൊരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മെഷീൻ ത്രൂ ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 2ല് 3 യൂണിറ്റുകളാണുള്ളത്. ഇമേജ് ട്രാൻസ്ഫോർമേഷൻ, ഫ്രീക്വൻസി ഡൊമൈൻ എന്താന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമേജ് എൻഹാൻസ്മെന്റും, അതുപോലെ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്ററിംഗ് എങ്ങനെയാന്നുള്ളതും. ഇനി കളർ ഇമേജ് പ്രോസസ്സിംഗ്, നമുക്കറിയാം നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് ഫുൾ കളർ ഇമേജസിലേക്ക്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെയാണ് നമുക്കൊരു കളർ ഇമേജ് കിട്ടുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. ഇനി അഗെയിൻ ബ്ലോക്ക് 3ല് വീണ്ടും 3 യൂണിറ്റുകളാണ്. നമ്മൾ ബ്ലോക്ക് 1, 2ല് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് കണ്ടു. ഇനി അതിന്റെ റിമൈനിങ് പാർട്ട് കമ്പ്യൂട്ടർ വിഷൻ ആണ് നമ്മൾ ബ്ലോക്ക് 3ലും 4ലും പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ബ്ലോക്ക് 3ല് കമ്പ്യൂട്ടർ വിഷൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ സിംഗിൾ ക്യാമറ, മൾട്ടിപ്പിൾ ക്യാമറ. സിംഗിൾ ക്യാമറ എന്ന് വെച്ചാൽ നമുക്കറിയാം ഫോണിൽ തന്നെ ഇപ്പൊ എന്താണ്, പണ്ടത്തെ സിംഗിൾ ക്യാമറ എന്നൊക്കെ മാറിയപ്പോൾ മൾട്ടിപ്പിൾ ക്യാമറാസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാമറാസിന്റെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന്റെ ക്ലാരിറ്റി കൂടാനും അതിന്റെ ഇന്റൻസിറ്റി കൂടാനും അതിന്റെ ഒരു എന്താ പറയാ സൂമിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ മൾട്ടിപ്പിൾ ക്യാമറയിൽ, സിംഗിൾ ക്യാമറയിൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റ് 9, 10ൽ നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3ല് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അഗൈൻ ഈ ഒരു സിലബസിന്റെ ഈ സബ്ജക്റ്റിന്റെ ലാസ്റ്റ് ബ്ലോക്ക് നമ്മുടെ
കമ്പ്യൂട്ടർ വിഷനെ കുറിച്ചുള്ള റിമൈനിങ് കാര്യങ്ങളാണ് പറയുന്നത്. 3 യൂണിറ്റുകളുണ്ട്. അതിൽ നമ്മൾ ഒബ്ജക്ട് ഡിറ്റക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ വിഷനിൽ നമ്മൾ എന്താണ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ കൂടെ എങ്ങനെയാണ് ഒരു ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ജക്ട് അതായത് സ്പേഷ്യൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഒബ്ജക്ട് റെക്കഗ്നീഷൻ നടത്താന്നുള്ളതും ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഒബ്ജക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിലും 4-3 യൂണിറ്റുകൾ വെച്ചിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് കൂടുതലായിട്ട് ഡിജിറ്റൽ ഇമേജ് എന്താണ്, പ്രോസസ്സിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, കമ്പ്യൂട്ടർ വിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ വിഷനെ കുറിച്ചും ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ അല്ലെ. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ. കാരണം ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മെഷീൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇലക്ട്രോണിക് മെഷീൻസ് ആയിട്ട് നമ്മൾ എന്താ പറയുക ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷീൻ ത്രൂ ആണ് നമ്മൾ നടത്തുന്നത്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ വർക്കിനെ ഈസി ആക്കിക്കൊണ്ട് മെഷീൻസിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മെഷീൻസിന് നമ്മുടെ എല്ലാ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു ഇമേജ് എന്താണ്, നമുക്കൊരു ഇമേജ് കാണുമ്പോൾ മനസ്സിലാവണം അതിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയാണ് അതിൽ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ വിഷൻ കാര്യങ്ങള്, പിക്സൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഇതിൽ കണ്ടു. ഇതിന്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിൽ വരും സെഷൻസിൽ യൂണിറ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.